ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ പേര് റജീന. എന്നെ അറിയാത്തവർക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നു. ഞാൻ UK-യിൽ ഒരു പ്രൊഫഷണൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഓൺലൈൻ ബിസിനസ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ചിലർ എന്നോട് ചോദിക്കൂ, ചേച്ചിക്ക് ഉറപ്പുണ്ടോ ഈ ബിസിനസ് സക്സസ് ആകുമെന്ന്? നമ്മൾ ഒരു കാര്യം സക്സസ് ആകുന്ന നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്തുമാത്രം ശ്രമിച്ച് എന്തുമാത്രം പരിശ്രമിച്ച് ഇപ്പം എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ചോളം ഞാൻ നേഴ്സിംഗ് പഠിച്ചു. അപ്പം ഞാൻ ഈ UK വിടുമെന്ന് ഒക്കെ എനിക്ക് അന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ അതിന് മാത്രം എന്തുമാത്രം പഠിച്ച് എന്തുമാത്രം ഇൻട്രസ്റ്റ് കൊടുത്ത് അതിന് നമ്മൾ എന്തുമാത്രം ഉയർന്ന് നമ്മുടെ ആഗ്രഹങ്ങളനുസരിച്ച് നമ്മൾ തീരുമാനിച്ച് നമുക്കൊരു വിശ്വാസം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം പഠിച്ചിറങ്ങിയ ചില ആൾക്കാരൊക്കെ സൗദിക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സൗദിക്ക് പോകണമില്ല, എനിക്ക് വേറെ രാജ്യത്താണ് പോകാൻ ആഗ്രഹം. സൗദി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന, അവിടുത്തെ കൾച്ചറിനേക്കാളും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഉള്ള ഒരു കൾച്ചറാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നൊക്കെ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്തൊക്കെ അവിടെയൊക്കെ ഒത്തിരി പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എനിക്ക് പോകുന്നത്. അപ്പം എനിക്ക് നല്ല ഫ്രീ ആയിട്ട് എപ്പോഴും എന്താ പറയുക, നമുക്ക് പുറത്തൊക്കെ പോയി ആൾക്കാരുമായിട്ട് സംസാരിച്ച് പള്ളിയിലൊക്കെ പോയി അങ്ങനെയൊക്കെ പോയി ഒരു ലൈഫാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു. ആ കാത്തിരിപ്പ് എനിക്ക് നല്ലത് തന്നു. അതായത് നമ്മളൊരു വിശ്വാസം, നമ്മൾ വിശ്വസിച്ച് നമുക്കതിനു വേണ്ടി പരിശ്രമിച്ച ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യത്തിന് നമുക്ക് വിജയം ഉറപ്പാണ്. അത് എൻ്റെ ലൈഫ് തന്നെ എനിക്ക് പറയാം. എൻ്റെ പല കാര്യങ്ങൾക്കും ഇപ്പം ഞാൻ ഈ ബിസിനസ്സിനും ചെയ്ത് ഞാനിങ്ങനെ പലതിൽ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന്, അങ്ങനെ ഞാൻ ഏതൊരു ബിസിനസ് ചെയ്യണമെന്ന് ഒത്തിരി ഞാൻ ആഗ്രഹിച്ചു. എന്നു ചോദിച്ചാൽ ജോലിയുടെ സ്ട്രെസ്, ഓവർ ടൈം, മാത്രമല്ല ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഞാൻ ഒരു ചെറിയ ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഈ വീണ്ടും എക്സ്ട്രാ മണീസ് വേണം. അതുപോലെ തന്നെ ലോണുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ എനിക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടൊരു പ്ലാൻ ബി, മറ്റൊരു ഇൻകം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തു. അപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പം നമ്മൾ എന്തുമാത്രം ഇത് കൊടുക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ വിശ്വാസമാണ്. ഇപ്പം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വിശ്വസിക്കണം, എനിക്ക് നല്ലതുണ്ടാകണം, നല്ലതാകണം, എനിക്കിതിൽ വിജയം വിശ്വസിക്കണം. അപ്പോഴാണ് നമുക്കിതിൽ ഉറപ്പാകും. നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ടൊരു കാര്യത്തിൽ നമ്മൾ നെഗറ്റീവ് എനർജി നമ്മൾക്ക് കൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, വീടൊക്കെ പണിയെന്ന് പറയും നെഗറ്റീവ് എനർജി. അതുപോലെ തന്നെ നമ്മൾ ആ നെഗറ്റീവ് എനർജി നമ്മുടെ മനസ്സിലും കൊണ്ടുവരരുത്. അപ്പോഴാണ് നമുക്ക് വിജയം കിട്ടുന്നത്. അത് ഉറപ്പാണ്. മാത്രമല്ല എനിക്ക് പറയാം, ഈ ബിസിനസ്സിൽ അനേകരുടെ ലൈഫ് മാറി. ഈ ബിസിനസ് നിങ്ങൾക്ക് ഞങ്ങൾ പച്ചയായിട്ട് അനേകരുടെ ടെസ്റ്റിമോണീസ് ഞങ്ങൾ കാണിച്ചു തരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ ബിസിനസ് എന്തുമാത്രം വിജയിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു അത് കൊള്ളൂല, അവിടെ കണ്ടു ഇത് കണ്ടു, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും. നമ്മളാണ് ഇതിൽ പ്രവർത്തിക്കേണ്ടത്, നമ്മളാണ് ഇതിന് മുമ്പോട്ട് കൈയെടുക്കേണ്ടത്, നമ്മുടെ തീരുമാനമാണ് ഇതിൽ വേണ്ടത്. അതല്ല നമ്മൾ മറ്റേ ആൾക്കാരെ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആൾക്കാർ തടസ്സപ്പെടുത്താൻ ഒത്തിരി, അതായത് അങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി ഇതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ആൾക്കാർ പലത് പറയും, പക്ഷെ നമുക്ക് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് വിജയം തരും. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വിജയം തരുന്ന കർത്താവാണ് ദൈവം. അപ്പോൾ ആ വിജയം തരുന്ന കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാകുകയില്ല. സോ ഇങ്ങനെയുള്ള മറ്റുള്ളവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, വിജയം തരുന്ന കർത്താവിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇങ്ങനെ വിജയിച്ച അനേകരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് വിജയം കിട്ടിയ ബിസിനസ്സാണ് ഇതിൽ നിന്നുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ
ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കാം. ഞങ്ങൾക്ക് അനേകരുടെ ടെസ്റ്റിമണി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അനേകരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് അനേകർക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുത്ത ഈ ബിസിനസ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ബൈ.